ഫ്രണ്ട്സ്, ഇനി നമുക്ക് മുളക് ബജ്ജി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി കുറച്ച് കടലമാവ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കടലമാവിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കളറൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ്, ഓരോരുത്തരുടെയും അളവിനനുസരിച്ച്, എടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ പാകമാണ് ഉപ്പിന്. അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം കായപ്പൊടി താല്പര്യമുള്ളവർക്ക് ചേർക്കാം. കായം നല്ലതാണ്, ടേസ്റ്റ് കുറച്ചും കൂടെ കിട്ടും. നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല കുഴമ്പ് രൂപത്തിലേക്ക് ഇതിനെ മിക്സ് ചെയ്ത് കട്ടയൊന്നും കൂടാതെ ഉടച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്യാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൂടിപ്പോവും, അതുകൊണ്ട് പാകത്തിന് ഒഴിച്ചെടുക്കാം. അതിനു മുമ്പ് നമുക്ക് മുളകൊന്ന് നടുകെ കീറിയിട്ട്, വാളംപുളി ഉള്ള വെള്ളമാണിത്, ഇളം ചൂടുള്ള വെള്ളത്തിൽ വാളംപുളി കലക്കി അതിലേക്ക് മുളക് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അത് ഒന്ന് മയങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് മയങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഞാനിവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മാവ് കലക്കിയാൽ മതിയാവും. കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ മുളക് നടുകെ ഒന്ന് കീറിയിട്ട് ഞെട്ട് പൊട്ടിക്കരുത്, അവിടം വരെ ഒന്ന് കീറി പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇത് നമുക്കിനി നന്നായിട്ട് മാവിലേക്ക് ഒന്ന് പുരട്ടിയെടുക്കാം. നന്നായിട്ട് മുക്കിയെടുക്കണം മാവിലേക്ക്. നമ്മൾ മുളക് പുളിവെള്ളത്തിൽ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എരിവും കുത്തലൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് ഇളം ചൂടുള്ള വെള്ളവും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് മുളകൊന്ന് മയങ്ങി കിട്ടും, നല്ലതാണ്. ഇനി നമ്മൾ തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് പൊരിച്ചെടുക്കണം. അതെങ്ങനെയാണ് നമ്മൾ മുളക് ബജ്ജി പൊരിച്ചെടുക്കുന്നത്. 10 മിനിറ്റ് മതി മുളക് ബജ്ജി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. ഞാനിവിടെ മുളക് ബജ്ജി എല്ലാം വറുത്ത് കോരിക്കഴിഞ്ഞു. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ചിലർക്ക് സോസ് ഒഴിച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചട്നി ഒഴിച്ച് കഴിക്കാനായിരിക്കും, ചിലർക്ക് ഫ്രീ ആയിട്ട് മുളക് ബജ്ജി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ, അങ്ങനെ കഴിക്കാം. എന്തായാലും കഴിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. താങ്ക്